പാലക്കാട് അഗളി പഞ്ചായത്തിൽ കൂറുമാറിയ കോൺഗ്രസ് അംഗം മഞ്ജു NK പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. കോൺഗ്രസ് പ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ച മഞ്ജു LDF പിന്തുണയോടെ പ്രസിഡന്റായിരുന്നു. എന്നും കോൺഗ്രസ് പ്രവർത്തകയായിരിക്കുമെന്ന് മഞ്ജു പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകയാണ്, അന്നും ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ LDF മെമ്പർമാർ എനിക്ക് പിന്തുണ നൽകുക മാത്രമാണ് ഉണ്ടായത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഈ പിന്തുണ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, UDFനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായിരുന്നു. LDFന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാം. അവിടെയുള്ള ഒരു UDF അംഗത്തെ, കോൺഗ്രസ് അംഗത്തെ LDFന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുക എന്ന നീക്കമായിരുന്നു നടന്നത്. പക്ഷേ അധിക ദിവസം അതിന് ആയുസ് ഉണ്ടായില്ല. ഇപ്പോൾ മഞ്ജു NK LDF പിന്തുണയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റായ മഞ്ജു രാജിവെച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, UDFന് എന്തായാലും താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന് പറയാം. കാരണം കഴിഞ്ഞ 10 വർഷമായി LDF അധികാരത്തിലുള്ള ഒരു പഞ്ചായത്താണ് അഗളി. അവിടെയാണ് ഇത്തവണ കൃത്യമായി UDFന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. 21 സീറ്റിൽ 10 സീറ്റ് നേടാൻ UDFനായി. ഒപ്പം 9 സീറ്റാണ് LDFന് ലഭിച്ചത്. 2 സീറ്റ് BJPയും. ഇങ്ങനെയായിരുന്നു കക്ഷിനില. അങ്ങനെ കോൺഗ്രസ് പ്രതിനിധികൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷിബു സിറിയക്കിനെയാണ് മുന്നിൽ കണ്ടിരുന്നത്. പക്ഷേ അവസാന നിമിഷം ഈ മഞ്ജു കൂറുമാറി 20ാം വാർഡിൽ നിന്നും കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് വന്നയാളാണ്. പക്ഷെ അവസാന നിമിഷത്തിൽ കൂറുമാറി LDF പിന്തുണയോടുകൂടി മഞ്ജു പ്രസിഡന്റ് ആകുന്നു. അങ്ങനെ UDFന് 9ഉം LDFന് 10ഉം അല്ലെങ്കിൽ മഞ്ജുവിന് 10ഉം എന്ന ഒരു നിലയിലേക്ക് എത്തുന്നു. ഇതോടുകൂടി വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും അഗളിയിൽ ഉണ്ടായിരുന്നത്. മഞ്ജുവിനെതിരെ ഭീഷണി, മുദ്രാവാക്യം വിളിക്കുന്നതടക്കം ആ കാര്യങ്ങൾ അങ്ങനെ വരെ നീങ്ങിയിരുന്നു. പിന്നാലെയാണ് കോൺഗ്രസ് ഇതിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ ഈ മുൻകൂർ കൂറുമാറ്റ നിയമപ്രകാരം മഞ്ജുവിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മഞ്ജുവിന്റെ ഒരു തീരുമാനം എന്ന് പറയാം. ഇന്ന് രാവിലെ നമ്മൾ DCC പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ മഞ്ജുവിന് തെറ്റുപറ്റിയതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് തിരുത്താൻ ഒരു അവസരം നൽകും. ഇന്ന് മഞ്ജുവിന്റെ തീരുമാനം നോക്കിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടികൾ എന്ന് DCC പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് മഞ്ജു രാജിയുമായി രംഗത്തെത്തുന്നത്. താൻ എന്നും ഇന്നലെയും ഇന്നും നാളെയും ഒരു കോൺഗ്രസ് പ്രവർത്തക തന്നെയായിരിക്കും. അങ്ങനെയുള്ള ഒരു താൻ LDFന്റെ പിന്തുണ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് രാജിവെക്കുന്നു എന്നാണ് മഞ്ജു പ്രഖ്യാപിച്ചത്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ വിപ്പ് കിട്ടിയില്ല, പാർട്ടി വിപ്പ് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു LDFന്റെ പിന്തുണ സ്വീകരിച്ചത്. ഇപ്പോൾ എന്തായാലും മഞ്ജു തന്നെ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ദിലീപ് കുമാർ, പാലക്കാട് അഗളിയിൽ LDF പിന്തുണയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റായ കോൺഗ്രസ് അംഗം മഞ്ജു NK പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിൻ്റെ ഇടപെടൽ, അതോടൊപ്പം തന്നെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടിയെടുക്കുമെന്നുള്ള മുന്നറിയിപ്പൊക്കെയാകാം മഞ്ജുവിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.